വെൽക്കം ടു പോപ്പൻ സ്കൂൾ. മറ്റൊരു നോട്ടിഫിക്കേഷനും സിലബസിന്റെ ഡിസ്കഷനുമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അപ്പോൾ ഇത് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ഈ ഒരു പോസ്റ്റിന്റെ പേര് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി എന്നുള്ളത്. അപ്പോൾ ഇത് 613/2025 ഡിസംബറിൽ വന്ന നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അപ്പം ഡിപ്പാർട്ട്മെന്റ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ലീഗൽ മെട്രോളജിയിലേക്കാണ്. അപ്പൊ ഇതിന്റെ തസ്തിക ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി എന്നുള്ളതാണ് ഇതിന്റെ ആ ഒരു പൊസിഷൻ. ഇതിന്റെ സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ 43,400 മുതൽ 91,200 ആ ഒരു റേഞ്ചിലാണ് സാലറി സ്കെയിൽ നിൽക്കുക. വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ്. എത്രയാണ് ഇപ്പം കൃത്യമായിട്ടുള്ള വേക്കൻസീസ് എന്ന് നിർണയിച്ചിട്ടില്ല. അപ്പം അത്യാവശ്യം വേക്കൻസീസ് ഉണ്ടാകാനുള്ള ആ ഒരു സാധ്യത തന്നെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ആനുവൽ കലണ്ടർ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞത് ഓഗസ്റ്റ് ടു ഒക്ടോബർ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ മാസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും ഇതിന്റെ എക്സാം കണ്ടക്ട് ചെയ്യുക. ഇതിന് മെയിൻസ് എക്സാം മാത്രമേ ഉള്ളൂ. പ്രിലിംസ് ഇതിന് ആപ്ലിക്കബിൾ അല്ല, അല്ലെങ്കിൽ ആ ഒരു പ്രിലിമിനറി പ്രാഥമിക പരീക്ഷ ഇതിന് ഇല്ല എന്നുള്ളതാണ്. ഇതിന്റെ ഏജ് ലിമിറ്റ് 18 മുതൽ 36 വരെയാണ്. അപ്പൊ ആ ഒരു എക്സാക്ട് ഡേറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2/1/1989 1/1/2007 ഈ രണ്ട് ഡേറ്റ് ഉൾപ്പെടെ ഇതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ഡേറ്റിൽ ജനിച്ച വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഇനി നമുക്ക് ഇതിന്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ എന്താണ് PSC പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്നത് എന്നൊന്ന് നോക്കാം. ബേസിക് ക്വാളിഫിക്കേഷൻ എനി വൺ ഓഫ് ദ ഫോളോയിങ് ആണ്. അപ്പൊ ഇവിടെ ക്വാളിഫിക്കേഷൻ 3 ഭാഗമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോ ഇവിടെ A ഡിഗ്രി ക്വാളിഫിക്കേഷന്റെ കാര്യം പറയുന്നത്, B പാർട്ടില് ഡിപ്ലോമ ക്വാളിഫിക്കേഷനും C പാർട്ടില് ലാംഗ്വേജിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോ ഇവിടെ BSc ഡിഗ്രി വിത്ത് ഫിസിക്സ് ആസ് വൺ ഓഫ് ദ സബ്ജക്ട്സ്. അപ്പൊ അത് ഏതെങ്കിലും ഒരു കേരള യൂണിവേഴ്സിറ്റി അവാർഡ് ചെയ്തിട്ടുള്ള ഒരു BSc ഡിഗ്രി ആയിരിക്കണം. ആ BSc ഡിഗ്രിയിൽ ഫിസിക്സ് ഒരു സബ്ജക്ട് ആയിരിക്കണം. ഇപ്പൊ BSc ഫിസിക്സ് എന്നല്ല ഇവിടെ പറയുന്നത്, ഏത് BSc ഡിഗ്രിയോ ആയിക്കോട്ടെ അതിനകത്ത് ഫിസിക്സ് ഒരു സബ്ജക്ട് ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി അതും അല്ലെങ്കിൽ BTech-കാർക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പൊ BTech ഡിഗ്രി എഗെയിൻ അത് ഏതെങ്കിലും ഒരു കേരള യൂണിവേഴ്സിറ്റിയിൽ, അല്ല ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ഇൻ കേരള യൂണിവേഴ്സിറ്റി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി അവാർഡ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന്റെ ഇക്വലൻസി ഒക്കെ വെക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന സംഗതിയാണല്ലോ അല്ലെ. ഇനി അടുത്ത അതിന്റെ B പാർട്ട് നമുക്ക് നോക്കാം. B പാർട്ടില് ഡിപ്ലോമ ക്വാളിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ ആദ്യം ഒന്നുകിൽ ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന്, ഓക്കെ, അതാണ് ആ ഒരു ആദ്യത്തെ ഭാഗം. രണ്ടാമത് ഡിപ്ലോമക്കാരാണെങ്കിൽ ഒരു 3 ഇയർ റെഗുലർ ഡിപ്ലോമ കോഴ്സിലൂടെ ആ ഒരു ഡിപ്ലോമ നേടിയിട്ടുള്ളവരായിരിക്കണം. അപ്പൊ ഇത് ഏത് ഡിപ്ലോമ എന്നിവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. അപ്പൊ ഡിപ്ലോമ എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ 3 ഇയേഴ്സ് ഓഫ് പ്രൊഫഷണൽ എക്സ്പീരിയൻസും കൂടെ ഇവിടെ വേണം. അപ്പൊ ഡിപ്ലോമ ആണെങ്കിൽ എക്സ്പീരിയൻസ് വേണം, ഡിഗ്രി ആണെങ്കിൽ എക്സ്പീരിയൻസ് വേണ്ട, അത് ഓർത്തോളുക. അപ്പോ ഇവിടെ 3 ഇയേഴ്സ് ഓഫ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആഫ്റ്റർ അക്വയറിംഗ് ഡിപ്ലോമ. അപ്പോ ഡിപ്ലോമ ഒന്നുകിൽ ഒരു സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് സർവീസിൽ ആയിരിക്കണം ആ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ്, 3 വർഷത്തെ എക്സ്പീരിയൻസ് വരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൽ, അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് സെക്ടർ അണ്ടർടേക്കിങ്ങിലാകാം. ആൻഡ് ഈ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് ഇനി 2 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതായത് അപ്പൊ ഇത് ഈ 3 തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ നിന്നതാണ് ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകേണ്ടത്. അപ്പൊ ഇവിടെ ഓർക്കുക, ഇതിന്റെ B പാർട്ട് രണ്ടാമത്തെ ഈ ഒരു ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ പറയുന്നത്, ഇപ്പൊ നിങ്ങൾ ഡിപ്ലോമ ആണ് നേടിയിട്ടുള്ളത്, ഒരു റെഗുലർ 3 ഇയർ ഡിപ്ലോമ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസും കൂടി ഉണ്ടായിരിക്കണം. അപ്പൊ എക്സ്പീരിയൻസ് എവിടെയൊക്കെയാണ് എന്നുള്ളതാണ് ഈ 3 സ്ഥലങ്ങൾ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ 3 ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മസ്റ്റ് ബി ഇൻ ദ സെയിം എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ. അതായത് നിങ്ങൾ ഈ ഡിപ്ലോമ എവിടെയാണോ, ഡിപ്ലോമ ഏത് ഡിസിപ്ലിൻ, ഏത് സബ്ജക്റ്റിലാണോ, ഏത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലാണോ നിങ്ങൾ ആ ഒരു ഡിപ്ലോമ എടുത്തിരിക്കുന്നത്, അതേ വിഭാഗത്തിലായിരിക്കണം നിങ്ങൾ ആ ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് നേടിയിട്ടുണ്ടാവുക. മനസ്സിലായോ? ആൻഡ് ഈ ഒരു എക്സ്പീരിയൻസ്, ഇനി മറ്റൊരു കാര്യം പറയുന്നത്, ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ ആണ് എക്സ്പീരിയൻസ് ഉള്ളതെങ്കിൽ അത് ഈ ഒരു ഇക്വലന്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആയി തന്നെ കണക്കാക്കുന്നു എന്നുള്ളതാണ്. ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണ്
നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ, അതായത് ഡിപ്ലോമയും ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിലെ എക്സ്പീരിയൻസ് ആണെങ്കിലും അത് ട്രീറ്റഡ് ആസ് ഇക്വലന്റ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ്. അപ്പൊ ഇവിടെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്ന ഏതൊക്കെയാണ്? ഒന്നുകിൽ സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് സർവീസില്, അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗിൽ, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള പ്രൈവറ്റ് സെക്ടർ കമ്പനീസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഇതിന് ഈക്വലന്റ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇനി ലാംഗ്വേജിന്റെ കാര്യം പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട്. അതായത് മലയാളം സംസാരിക്കാനും വായിക്കാനും എഴുതുവാനും കഴിയുന്ന വ്യക്തികളായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മൾ ഡിഗ്രി ക്വാളിഫിക്കേഷനെ കുറിച്ച് നമ്മൾ നോക്കിയിരുന്നു, എഞ്ചിനീയറിംഗിനെ കുറിച്ച് നമ്മൾ നോക്കിയിരുന്നു. അപ്പൊ അതിന്റെ ഓൾറെഡി കുറച്ച് ഈക്വലന്റ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഓൾറെഡി ഇതിന്റെ പ്രീവിയസ് സെലക്ഷൻസിൽ ഇത് ഉപയോഗിച്ചതാണ്, അതുകൊണ്ട് ഇവിടെയും ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പൊ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും വീണ്ടും ഫ്രഷ് ആയിട്ടുള്ള എന്തെങ്കിലും ഗവൺമെന്റ് ഓർഡറോ കോർട്ട് ഓർഡറോ ഉണ്ടെങ്കിൽ അതനുസരിച്ച് അവരൊന്നും കൂടെ അത് വെരിഫൈ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ഈ ഇക്വലൻസി ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോ നേരത്തെ ഈ BSc ഫിസിക്സിന് പകരം BSc ഫിസിക്സ് ആൻഡ് BSc മാത്സുകാർക്ക് അപ്ലൈ ചെയ്യാം, ഇക്വലന്റ് ആണ്. BSc ഫിസിക്സ് അപ്ലൈഡ് ഇലക്ട്രോണിക്സുകാർക്ക് അപ്ലൈ ചെയ്യാം, MSc ഫിസിക്സുകാർക്ക് അപ്ലൈ ചെയ്യാം, ആൻഡ് ഇന്റഗ്രേറ്റഡ് BSc MSc ഫിസിക്സ് ഈ 4 കൂട്ടർക്കും BSc ഫിസിക്സിന് പകരം അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഇനി ബിടെക്കിന് പകരം BE ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഇതിന് ഓൾറെഡി ക്വാളിഫൈഡ് ആണ് എന്നുള്ളത്. അപ്പം ആ ഒരു ക്വാളിഫിക്കേഷന്റെ കാര്യത്തിൽ ഏകദേശം ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് സിലബസിന്റെ ക്വിക്ക് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോ സിലബസിൽ ആദ്യത്തെ കൊടുത്തിരിക്കുന്നത് പാർട്ട് എ. പാർട്ട് എയില് ബേസിക് ഓഫ് ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റം ആണ്. അതിന് 10 മാർക്കിന്റെ ചോദ്യങ്ങളാണ് അതിനകത്ത് വരിക. അപ്പോ ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റം 4 സെക്ഷൻസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ സെക്ഷൻ ബേസിക്സ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് മെഷർമെന്റ്സ്, അത് ആണ് അവിടെ വരിക. രണ്ടാമത്തെ സെക്ഷനിൽ കൊടുത്തിരിക്കുന്നത് ഇൻഡിക്കേറ്റിംഗ് ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്. അപ്പൊ ഇത് ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണെന്ന് സ്പെസിഫിക്കലി നോക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ സിലബസിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ റെഫർ ചെയ്യുന്നത് കഴിഞ്ഞ പരീക്ഷ നടന്ന ആ ഒരു സിലബസ് ആണ് നമ്മളിപ്പോ നോക്കുന്നത്. ജൂൺ 2023 ഇതിന്റെ കഴിഞ്ഞ പരീക്ഷ നടന്നത്. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാം കണ്ടക്ട് ചെയ്തിരുന്നത് ജൂൺ 2023 അപ്പൊ ആ പരീക്ഷയ്ക്ക് വന്നിരുന്ന ആ സിലബസ് തന്നെയാണ് നമ്മൾ ഇപ്പോ ഈ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ സെക്ഷൻ സി എന്ന് പറയുന്നത് പാർട്ട് 1 ഇലക്ട്രിക്കൽ ബ്രിഡ്ജസ് ആണ്. അതിലും ഏതൊക്കെ ബ്രിഡ്ജസ് സ്പെസിഫിക്കലി നോക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിലബസിന്റെ കാര്യത്തിൽ വളരെയധികം ഒരു ക്ലാരിറ്റി നമുക്കിവിടെ ഉണ്ട് എന്ന് അനുമാനിക്കാം. ഇനി സെക്ഷൻ ഡിയിൽ കൊടുത്തിരിക്കുന്നത് കാത്തോഡ് റേ ഓസിലോസ്കോപ്പ്. അപ്പോൾ അത് CRO ആൻഡ് ഓസിലോസ്കോപ്സ് ആണ് നമുക്ക് ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് നോക്കാനുള്ളത്. അപ്പൊ ഇതാണ് പാർട്ട് 1A ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റം. 10 മാർക്കിന്റെ ചോദ്യങ്ങൾ അതിൽ നിന്ന് വരും. ഇനി ഇതിന്റെ പാർട്ട് ബി എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. അതിൽ നിന്നും 10 മാർക്കിന്റെ ചോദ്യങ്ങൾ വരും. അപ്പൊ ഇതില് ആദ്യം നമുക്ക് ഇൻഫർമേഷൻ സെക്യൂരിറ്റി, അപ്പൊ അതിൽ എത്തിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ആണ് നോക്കാനുള്ളത്. അതിന് 5 മാർക്കിന്റെ ചോദ്യങ്ങൾ. പിന്നെ MS ഓഫീസ് ആൻഡ് ഇന്റർനെറ്റ് സ്പെസിഫിക്കലി അതിനും 5 മാർക്കിന്റെ ചോദ്യങ്ങൾ. അപ്പൊ ഇതിനും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ടോപ്പിക്സ് സ്പെസിഫിക് ആയിട്ട് നോക്കണം എന്നുള്ളത് സിലബസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാർട്ട് ബി കെമിസ്ട്രി ആണ്. അപ്പൊ കെമിസ്ട്രിക്ക് മൊത്തം 30 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇതിനകത്ത് വരിക. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് സിലബസിൽ അതിന്റെ ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഞാൻ അതിന്റെ മെയിൻ ഹെഡിങ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ സബ് ഹെഡിങ്സ്, ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ ടോപ്പിക്സ് നോക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിലബസ് ഇസ് അക്യുറേറ്റ് എന്ന് നമുക്ക് പറയാം. ഇപ്പൊ കെമിസ്ട്രിയിൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ 3 മാർക്കിന്റെ ചോദ്യങ്ങൾ, സൊല്യൂഷൻസ് 3 മാർക്കിന്റെ ചോദ്യങ്ങൾ, ഇലക്ട്രോ കെമിസ്ട്രി 2 മാർക്കിന്റെ ചോദ്യങ്ങൾ, അനലിറ്റിക്കൽ പ്രിൻസിപ്പിൾസ് 3 മാർക്കിന്റെ ചോദ്യങ്ങൾ, പോളിമേഴ്സ് 3 മാർക്ക്, കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. അതിന് 3 മാർക്കിന്റെ ചോദ്യങ്ങൾ. പിന്നെ ഫ്യൂവൽസ്, പ്രൊപ്പലൻസ്, എക്സ്പ്ലോസീവ്സ് 2 മാർക്കിന്റെ ചോദ്യങ്ങൾ, നാനോ മെറ്റീരിയൽസ് 3 മാർക്ക്, സ്പെക്ട്രോസ്കോപ്പി 4 മാർക്ക്, എൻവയറമെന്റൽ കെമിസ്ട്രി 4 മാർക്ക്.
അപ്പോൾ ഈ 9ഉം 10ഉം സ്പെക്ട്രോസ്കോപ്പിയും എൻവയോൺമെന്റൽ കെമിസ്ട്രിയുമാണ് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഏറ്റവും ഹയസ്റ്റ് മാർക്ക് ഇതിനകത്ത് കിട്ടുന്ന ടോപ്പിക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടുമാണ് 4 മാർക്ക് വീതം. അപ്പൊ അത് രണ്ടും നമ്മൾ നോക്കിയാൽ തന്നെ 8 മാർക്കിന്റെ ചോദ്യങ്ങൾ അതിൽ നിന്ന് വരും എന്നുള്ളത്. ഇനി അടുത്തത് ഫിസിക്സിനും 30 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ആൻഡ് ഫിസിക്സിന്റെ ആദ്യത്തെ മോഡ്യൂൾ അതിൽ പറഞ്ഞിരിക്കുന്നത് മെഷർമെന്റ് ആണ് 2 മാർക്ക്, പിന്നെ മെക്കാനിക്സ് 4 മാർക്ക്, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ 3 മാർക്ക്, ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് 3 മാർക്ക്, ഓപ്റ്റിക്സ് 5 മാർക്ക്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് കറന്റ് ഇലക്ട്രിസിറ്റി 4 മാർക്കിന്റെ ചോദ്യങ്ങൾ വരും. മാഗ്നറ്റിസം 2 മാർക്കിന്റെ ചോദ്യങ്ങൾ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ഓൾട്ടർനേറ്റിംഗ് കറന്റ് AC അതിന് 2 മാർക്കിന്റെ ചോദ്യങ്ങൾ. പിന്നെ ഇലക്ട്രോണിക്സ് 4 മാർക്കിന്, ആറ്റംസ് 1 മാർക്കിന്റെ ചോദ്യമാണ് അതിനകത്ത്. ഒരൊറ്റ ചോദ്യമാണ് ആ ഒരു കംപ്ലീറ്റ് ടോപ്പിക്കിൽ നിന്ന് നമുക്ക് വരും. ഇനി അടുത്തത് നമുക്ക് മാത്സ് ആണ് നോക്കാനുള്ളത്. അപ്പൊ മാത്സിൽ മൊത്തം 20 മാർക്കിന്റെ. അപ്പൊ നോക്കുക, ഫിസിക്സും കെമിസ്ട്രിയും 30 മാർക്ക് വീതമാണ്. അപ്പൊ 30 60 ആയി. പിന്നെ ഇത് 10 മാർക്ക് 70, ഇത് 10 മാർക്ക് 80. ഇനി മാത്സും കൂടി ആകുമ്പോഴത്തേക്ക് നമ്മുടെ 100 മാർക്കിന്റെ ചോദ്യങ്ങൾ അവിടെ പൂർത്തിയാകും എന്നുള്ളതാണ്. ഇപ്പൊ മാത്സിൽ മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് അത് ഒരൊറ്റ ചോദ്യമാണ് അതിനകത്ത് നിന്ന് വരിക. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 2 ചോദ്യങ്ങൾ ഉണ്ടാകും. മെൻസുറേഷനിൽ നിന്ന് 2 ചോദ്യങ്ങൾ വരും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൽ നിന്ന് 2 ചോദ്യങ്ങൾ വരും. മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസിൽ നിന്ന് 3 മാർക്കിന്റെ ചോദ്യങ്ങൾ. അപ്പൊ ഈ ഓരോ ചോദ്യം ഓരോ മാർക്കിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിന് വരിക. ഇനി സിസ്റ്റംസ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് 2 മാർക്കിന്റെ ചോദ്യങ്ങൾ, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് 2 മാർക്കിന്റെ ചോദ്യങ്ങൾ, അതേപോലെ ആപ്ലിക്കേഷൻസ് ഓഫ് ഡിഫറൻസിയേഷൻ അതും 2 മാർക്കിന്റെ ചോദ്യങ്ങൾ വരിക. ആപ്ലിക്കേഷൻസ് ഓഫ് ഇന്റഗ്രേഷൻ 2 മാർക്ക്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതിനും 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരിക. അപ്പൊ നമ്മുടെ 100 മാർക്കിന്റെ സിലബസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഇതിന് ഓപ്പൺ സ്കൂളിൽ നമ്മൾ ഇതിന് ഓൾറെഡി ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് ഇതിന് ഈ സിലബസ് അനുസരിച്ച് നമ്മളിപ്പോൾ നോക്കിയ ഈ ഒരു സിലബസ് അനുസരിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അതിന്റെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓരോ ടോപ്പിക് വൈസ് പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള ക്വസ്റ്റ്യൻസും അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആൻഡ് റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ ക്ലാസ്സസ് ആണ് ഈ ഓരോ കോൺസെപ്റ്റ്സും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നിങ്ങൾ ഓൾറെഡി ജോലി ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു പകൽ സമയത്ത് ഡയറക്റ്റ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തവരാണെങ്കിൽ അതാത് ദിവസങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സമയം കണ്ടെത്തി ഒരു 1-1.5 മണിക്കൂർ, കാരണം നമുക്ക് സമയമുണ്ട്, അത്യാവശ്യം സമയമുണ്ട് എക്സാമിന്, ഒരു 1-1.5 മണിക്കൂർ വെച്ച് ഡെയിലി നമ്മൾ സ്പെൻഡ് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് ഇത് കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ആൻഡ് ഓരോ വീക്കിലും നമ്മൾ മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. അതായത് വീക്കിൽ കവർ ചെയ്യുന്ന പോർഷൻസിനാണ് ഈ മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക. ആൻഡ് നമ്മൾ കംപ്ലീറ്റ് സിലബസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫുൾ ലെങ്ത് മോഡൽ എക്സാംസ് ഉണ്ടാകും. അപ്പൊ അത് കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ ചോദിച്ചതുപോലെ ആയിരിക്കും നമ്മൾ ആ ഒരു മോഡൽ എക്സാംസ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരിക. അപ്പൊ അത് നമ്മുടെ ഫൈനൽ പ്രാക്ടീസ് എന്ന നിലയിലാണ്. റിവിഷനും പ്രാക്ടീസും കൂടെ ആ ഒരു സമയത്ത് അത് നമുക്ക് പരീക്ഷയുടെ ഡേറ്റ് വന്നിട്ടായിരിക്കും നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുക. And there would be ample doubt clearing sessions as well. അപ്പോൾ ഇത്രയാണ് നമ്മൾ കോഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു ജോയിൻ ദ കോഴ്സ്, നിങ്ങൾക്ക് ഒന്നുകിൽ എന്നെ ഡയറക്റ്റ് ആയിട്ട് വിളിക്കാം ഈ നമ്പറിൽ, അല്ലെങ്കിൽ വി ഹാവ് എ വാട്സ്ആപ്പ് സ്റ്റഡി ഗ്രൂപ്പ്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി സ്പെസിഫിക് ആയിട്ടൊരു വാട്സ്ആപ്പ് സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് ഈ എക്സാമിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസും കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഒക്കെ കൂടുതൽ അന്വേഷിക്കുകയും അറിയുകയും ചെയ്യാവുന്നതാണ്. Okay, so wish you all the very best and thank you for watching this video and you have an excellent day ahead. See you in class.